മേൽശാന്തി 12/4/26 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 30/11/2009 മധുബൻ. ബാബയുടെയും സർവരുടെയും പ്രിയപ്പെട്ടവർ ആകുന്നതിനായി സന്തുഷ്ടമണിയായി ഓരോ പരിതസ്ഥിതിയുടെയും പ്രഭാവത്തിൽ നിന്നും മുക്തമായിരിക്കൂ. ഇന്ന് 4 ഭാഗത്തുമുള്ള സന്തുഷ്ട ആത്മാക്കളെ നോക്കുകയാണ്. സന്തുഷ്ടമണികൾ 4 ഭാഗത്തും തൻ്റെ മണിയുടെ തിളക്കം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും വലുതിലും വലിയ സ്ഥിതി സന്തുഷ്ടതയുടേത് തന്നെയാണ്. സദാ സന്തുഷ്ടമായവർ എല്ലാവർക്കും പ്രിയമായി തോന്നുന്നു. ബാബയ്ക്ക് പ്രിയം തന്നെയാണ്. സദാ സന്തുഷ്ടമായിരിക്കുവാൻ സാധിക്കുന്നത് സർവ പ്രാപ്തികളും ഉള്ളവർക്കാണ്. പ്രാപ്തികളുടെ ആധാരം സന്തുഷ്ടതയാണ്. അതിനാൽ ഇങ്ങനെയുള്ള ആത്മാക്കൾ സർവ ബ്രാഹ്മണ ആത്മാക്കൾക്കും പ്രിയമാണ്. സർവ പ്രാപ്തികൾ എന്നാൽ അർത്ഥം സദാ സന്തുഷ്ടം. സന്തുഷ്ട ആത്മാവിൻ്റെ പ്രഭാവം വായുമണ്ഡലത്തിൽ പോലും ഉണ്ടാകുന്നു. സർവ പ്രാപ്തികളും പരമാത്മാവിൻ്റെ ദാനമാണ്. പരമാത്മാവായ ബാബയിലൂടെ സർവശക്തികളും സർവഗുണങ്ങളും സർവ ഖജനാവുകളും പ്രാപ്തമാക്കിയ ആത്മാവ് സദാ സന്തുഷ്ടമായി ഇരിക്കുന്നു. സന്തുഷ്ട ആത്മാവിൻ്റെ സ്ഥിതി സദാ പുരോഗതിയുടേതായിരിക്കും. പരിതസ്ഥിതിക്ക് സന്തുഷ്ട ആത്മാവിൻ്റെ മേൽ പ്രഭാവം ഇടുവാൻ സാധിക്കില്ല. കാരണം എവിടെ സന്തുഷ്ടതയുണ്ടോ അവിടെ സർവശക്തികളും സർവഗുണങ്ങളും സ്വതവേ തന്നെ വരുന്നു. ഒരു സന്തുഷ്ടത അനേകം ഗുണങ്ങളെ തൻ്റേതാക്കി മാറ്റുന്നു. അപ്പോൾ ഓരോരുത്തരും സ്വയം തന്നോട് ചോദിക്കൂ, ഞാൻ സദാ സന്തുഷ്ട ആത്മാവായി ഇരിക്കുന്നുണ്ടോ? സന്തുഷ്ട ആത്മാവ് സദാ സർവരുടെയും ബാബയുടെയും സമീപവും സമാന സ്ഥിതിയിലും ഇരിക്കുന്നു. എന്നാൽ ഈ സ്ഥിതിയിൽ ഇരിക്കുന്നതിന് വേണ്ടി വളരെയധികം സാക്ഷി ദൃഷ്ടാവിൻ്റെ അവസ്ഥ ആവശ്യമാണ്. ത്രികാലദർശി അവസ്ഥ ആവശ്യമാണ്. ഓരോ കർമ്മവും ത്രികാലദർശി എന്നാൽ അർത്ഥം ഓരോ കാര്യത്തിൻ്റെയും 3 കാലങ്ങളെയും തിരിച്ചറിഞ്ഞ ശേഷം കർമ്മം ചെയ്യുന്നവർ. ഇതിനു വേണ്ടി 2 കാര്യങ്ങൾ ആവശ്യമാണ്. ആ 2 കാര്യങ്ങളാണ് സംബന്ധവും സമ്പത്തും. സംബന്ധവും അവിനാശിയാണ്, സമ്പത്തും അവിനാശിയാണ്. അത് പ്രാപ്തമാകുന്നത് അവിനാശിയായ ബാബയിലൂടെയാണ്. എപ്പോഴാണോ അവിനാശിയായ സമ്പത്തും സംബന്ധവും പ്രാപ്തമാകുന്നത് അപ്പോൾ ആത്മാവ് സദാ സന്തുഷ്ടവും ബാബയുടെയും സർവ ആത്മാക്കളുടെയും അതിപ്രിയമായി മാറുകയും ചെയ്യുന്നു. ഏതെങ്കിലും പരിതസ്ഥിതി മായയുടെ രൂപത്തിൽ വരുന്നുവെങ്കിൽ ഭയപ്പെടുന്നില്ല. പരിധിയില്ലാത്ത തിരശ്ശീലയ്ക്കുള്ളിൽ മിക്കി മൗസിൻ്റെ കളി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന പോലെ അനുഭവപ്പെടും. അസ്വസ്ഥം ആകുന്നില്ല. മിക്കി മൗസിൻ്റെ കളി കണ്ട് മനോരഞ്ജനം ഉണ്ടാകുന്നു. മായയുടെ ഭിന്ന ഭിന്ന രൂപങ്ങളെ ഭിന്ന ഭിന്ന മിക്കി മൗസിൻ്റെ രൂപമായി അനുഭവിക്കുന്നു. ഇങ്ങനെയുള്ള സ്ഥിതിയുടെ അനുഭവം ബാബയിലൂടെ സർവർക്കും പ്രാപ്തമാവുക തന്നെ വേണം. ചെയ്യുകയും ചെയ്തു. ബാബ്ദാദ കാണുന്നു, നിർഭയരും ഏകാഗ്ര ബുദ്ധിയുള്ളവരുമായി വിജയി ആത്മാക്കൾ ഒരു പരിതസ്ഥിതിയിലും ഇളകുന്നില്ല. ബാബയ്ക്ക് ഓരോ കുട്ടിയിലുമുള്ള ശുഭ ആശ ഇതാണ്. ഓരോ കുട്ടിയും സദാ വിജയിയായി ബാബയെ തൻ്റെ വിജയത്തിൻ്റെ സ്വരൂപം കാണിക്കണം. അപ്പോൾ ഓരോരുത്തരും സ്വയം തന്നോട് ചോദിക്കണം, ഞാൻ ആരാണ്? ബാബ്ദാദ മുൻപും കേൾപ്പിച്ചിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എന്ന വാക്ക് സമയമനുസരിച്ച് ഇപ്പോൾ ബ്രാഹ്മണ ഡിക്ഷണറിയിൽ നിന്നും സമാപ്തമാക്കൂ. ബാബയിൽ നിന്നും സദാകാലത്തേക്കുള്ള സമ്പത്ത് നേടണമെന്നിരിക്കെ
ഓരോ പ്രാപ്തിയും സദാ പ്രാപ്തമായിരിക്കണം. കാരണം ബാബയുടെ ഹൃദയത്തിലെ ആശകളെ പൂർത്തീകരിക്കുന്ന ആശകളുടെ ദീപമാണ്. അവരുടെ സങ്കല്പത്തിൽ പോലും ഇടയ്ക്കിടയ്ക്ക് എന്ന വാക്ക് വരിക സാധ്യമല്ല. എന്തുകൊണ്ട്? സദാ ബാബയുടെ കൂടെയുള്ളവരും ബാബയുടെ കൂട്ടുകാരുമാണ്. കൂടെയിരിക്കുന്നവരും ഒപ്പം കൂട്ടുകാരായി വിശ്വപരിവർത്തനത്തിൻ്റെ കാര്യം ചെയ്യുന്നവരുമാണ്. അപ്പോൾ പറയൂ, ഈ സദാ എന്ന വരദാനം ബാബ്ദാദയിലൂടെ പ്രാപ്തമാക്കിയല്ലോ. ഇതാണെങ്കിൽ ജന്മമെടുക്കുമ്പോൾ തന്നെ ബാബ്ദാദ ഓരോ കുട്ടിക്കും സദാ ഈ വരദാനം നൽകുന്നു. സദാ യോഗി ഭവ, പവിത്ര ഭവ. ആ വരദാനത്തിലൂടെ ഏതെല്ലാം പ്രാപ്തികൾ ഉണ്ടാകുന്നോ അത് സദാകാലത്തേക്ക് വേണ്ടിയുള്ളതാണ്, ഇടയ്ക്കിടയ്ക്ക് വേണ്ടിയുള്ളതല്ല. അപ്പോൾ എല്ലാ കുട്ടികളും സദാകാലത്തെ അധികാരിയാണ്. കാരണം ബാബയ്ക്ക് ഓരോ കുട്ടിയോടും, ലാസ്റ്റിലെ കുട്ടിയായാൽ പോലും ബാബയ്ക്ക് ഓരോ കുട്ടിയോടും ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമുണ്ട്. കാരണം ആരാണോ സ്വയം വിവേകശാലിയായി മനസ്സിലാക്കുന്ന വലിയ വലിയ ആൾക്കാർ, അവർക്ക് പോലും ബാബയെ തിരിച്ചറിയുവാൻ സാധിച്ചില്ല. എന്നാൽ ബാബ്ദാദയുടെ ലാസ്റ്റ് കുട്ടി ബാബയെ തിരിച്ചറിഞ്ഞു. ഹൃദയം കൊണ്ട് എൻ്റെ ബാബ എന്ന് പറയുന്നു. അതിനാൽ ബാബയ്ക്ക് ഓരോ കുട്ടിയോടും അവിനാശിയായ സ്നേഹമുണ്ട്. അതിനാൽ ഓരോ കുട്ടിക്കും ബാബയുടെ വരദാനമുണ്ട്. കുട്ടികൾ നമ്പർ വൈസ് ആണെങ്കിലും ബാബ്ദാദ ദിവസവും ഒരേ സമയത്ത് ഒരേ വരദാനം എല്ലാ കുട്ടികൾക്കും ഒരുമിച്ച് നൽകുന്നു. ബാബ്ദാദയുടെ ഓരോ കുട്ടിയും നമ്പർ വൈസ് ആണെങ്കിലും എൻ്റെ ബാബ എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ദിവസവും വരദാനത്തിൻ്റെ അധികാരിയായി മാറി. ഓരോ കുട്ടിക്കും എവിടെ കഴിയുകയാണെങ്കിലും, ഇന്ത്യയിൽ കഴിയുകയോ ഫോറിനിൽ കഴിയുകയോ ആണെങ്കിലും എല്ലാവർക്കും ബാബ്ദാദയുടെ ഒരേ വരദാനമാണ് ലഭിക്കുന്നത്. വരദാനം പ്രാപ്തമാക്കി സന്തോഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ രണ്ട് പ്രകാരത്തിലുള്ള കുട്ടികളുണ്ട്. ഒരു പ്രകാരത്തിലുള്ള കുട്ടികൾ വരദാനത്തെ കണ്ട് തീർച്ചയായും സന്തോഷിക്കുന്നു. എന്നാൽ മുന്നിലുള്ള നമ്പർ എടുക്കുന്നവർ വരദാനത്തെ കണ്ട് കേവലം സന്തോഷിക്കുകയോ ഇത് എൻ്റെ വരദാനമാണ് എന്ന് കേവലം വർണ്ണിക്കുകയോ മാത്രമല്ല, എന്നാൽ വരദാനത്തെ ഫലവത്താക്കുന്നു. വരദാനത്തിൽ നിന്നും ലാഭമെടുത്ത് വരദാനത്തിൻ്റെ ഫലം കണ്ടെത്തുന്നു. ബീജമുണ്ട്, എന്നാൽ വിത്തിനെ ഫലവത്താക്കാതിരുന്നാൽ, ഫലം ഉണ്ടാക്കിയെടുക്കാതിരുന്നാൽ സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വരദാനത്തിൽ നിന്നും ഫലം ഉണ്ടാക്കിയെടുക്കുന്നതിനായി ഏതുപോലെ ഏതെങ്കിലും ഒരു വിത്തിൻ്റെ ഫലം ഉണ്ടാക്കിയെടുക്കുന്നതിനായി അതിന് വെള്ളവും വെയിലും ആവശ്യമാണ്. അപ്പോഴാണ് ഫലം പുറത്തു വരുന്നത്. അപ്പോൾ ഇവിടെയും ഓരോ കുട്ടിക്കും വരദാനത്തിൻ്റെ ഫലം കണ്ടെത്തണമെങ്കിൽ, അതിലൂടെ വിസ്താരം ഉണ്ടാകണമെങ്കിൽ, തൻ്റെ തന്നെ മനസ്സിൽ വരദാനത്തിൻ്റെ ഫലത്തിലൂടെ അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കണമെങ്കിൽ, ഇവിടെയും ബാബ പറയുന്നു, വരദാനത്തിൻ്റെ ഫലം കണ്ടെത്തുന്നതിനായി വീണ്ടും വീണ്ടും വരദാനത്തെ സ്മൃതിയിൽ കൊണ്ടുവരൂ. സ്മൃതി സ്വരൂപത്തിൻ്റെ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യൂ. വീണ്ടും വീണ്ടും സ്മരിച്ചാൽ പോരാ, എന്നാൽ സ്മൃതി, ഇതാണ് ജലം നൽകുക എന്നത്. സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുക എന്നതാണ് വെയിൽ കൊള്ളിക്കുക എന്നത്. അപ്പോൾ ഇത് ഫലവത്താകുന്നതിലൂടെ സ്വയം തന്നിലും വളരെയധികം ശക്തി നിറയുന്നു. മറ്റുള്ളവർക്കും അതിൻ്റെ ഫലത്തിലൂടെ ശക്തിയുടെ അനുഭവം ഉണ്ടാക്കിക്കാൻ സാധിക്കും. ബാബ്ദാദ ഇപ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത്? കാരണം ബാബ്ദാദ കുറച്ച് സമയമായി
സമയത്തിൻ്റെ വാർണിംഗ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കുട്ടിയുടെയും പഠനത്തിൻ്റെ റിസൾട്ടിൻ്റെ സമയം അപ്രതീക്ഷിതമായാണ് വരേണ്ടത്. ഇതിനുവേണ്ടി സദാ എവർ റെഡി. അതിനോടൊപ്പം ബാബ്ദാദ ഈ ഒരു സൂചനയും നൽകുകയാണ്. ഇപ്പോൾ സമയം പറക്കുന്ന കലയുടെ തീവ്ര പുരുഷാർത്ഥത്തിൻ്റെതാണ്. നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നല്ല, പറന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ രീതിയിൽ തൻ്റെ ദിനചര്യ കഴിച്ചുകൂട്ടുന്ന കോമൺ പുരുഷാർത്ഥത്തിൻ്റെ ആ സമയം ഇപ്പോൾ കഴിഞ്ഞുപോയി. അതിനാൽ ബാബ്ദാദ സൂചന നൽകുകയാണ്. ഓരോ സെക്കൻഡും ഓരോ സങ്കല്പവും ചെക്ക് ചെയ്യൂ. തൻ്റെ തീവ്ര പുരുഷാർത്ഥം ചെയ്യാതെ 1 മണിക്കൂർ സാധാരണ പുരുഷാർത്ഥത്തിൽ ഇരുന്നു എന്ന് വിചാരിക്കൂ. 1 മണിക്കൂറിൽ തന്നെ അപ്രതീക്ഷിതമായി അഥവാ ഫൈനൽ പേപ്പറിൻ്റെ ടൈം വന്നുവെങ്കിൽ അന്തമതി സോഗതി, ആ 1 മണിക്കൂറിൻ്റെ സാധാരണ പുരുഷാർത്ഥം എത്രമാത്രം നഷ്ടമുണ്ടാക്കും. അതിനാൽ ബാബ്ദാദ ഓരോ കുട്ടിക്കും ഓരോ സങ്കല്പത്തിൻ്റെയും ഓരോ സമയത്തിൻ്റെ ഓരോ സെക്കൻഡിൻ്റെയും മഹത്വത്തിന് സമയം പ്രതി സമയം സൂചന നൽകിക്കൊണ്ടിരിക്കുകയാണ്. ചഞ്ചലതയുടെ സമയത്ത് അചഞ്ചലമായിരിക്കുന്നതിൻ്റെ പുരുഷാർത്ഥം തീവ്ര പുരുഷാർത്ഥികൾക്ക് തന്നെയാണ് ചെയ്യാൻ സാധിക്കുന്നത്. സാധാരണ പുരുഷാർത്ഥി എവർ റെഡി ആകുന്നതിൽ സമയമെടുക്കും. ബാബ്ദാദ പറഞ്ഞിട്ടുണ്ട്, സെക്കൻഡിൽ ബിന്ദു, അതായത് ഫുൾ സ്റ്റോപ്പ് അഥവാ തീവ്ര പുരുഷാർത്ഥം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അനുഭവികളാണ്. ഫുൾ സ്റ്റോപ്പിന് പകരം ക്വസ്റ്റ്യൻ മാർക്കായി മാറുകയില്ല. ബിന്ദു എത്ര സഹജമാണ്, ക്വസ്റ്റ്യൻ എത്ര വളഞ്ഞു തിരിഞ്ഞതാണ്. ഫുൾ സ്റ്റോപ്പ് എന്നാൽ ഫുൾ സ്റ്റോപ്പ് ആയിരിക്കണം. കോമയുടെ ചിഹ്നം പോലും പാടില്ല. ആശ്ചര്യത്തിൻ്റെ ചിഹ്നവും പാടില്ല. എന്തു ചെയ്യട്ടെ എന്ന് ചിന്തിക്കാനുള്ള സമയം പോലും ലഭിക്കുകയില്ല. അപ്പോൾ ഒരു കുട്ടിക്കും ഇത് ചിന്തിക്കുവാൻ സാധിക്കില്ല. ഇത്രയും ഫാസ്റ്റ് പുരുഷാർത്ഥം ചെയ്യുന്നത് തന്നെയാണ് പരീക്ഷയിൽ പാസ്സാവുക എന്നത്. ബാബ്ദാദ കാണുന്നുണ്ട്, ഇപ്പോഴും കാരണത്താലോ അകാരണത്താലോ എന്തുകൊണ്ട്, എന്ത്, എങ്ങനെ, ഇങ്ങനെ, ഇത് ചില കുട്ടികളുടെ ദിവസേനയുള്ള ചാർട്ടിൽ കാണപ്പെടുന്നു. വളരെ പേരുടെ ചാർട്ടിൽ ബാബ്ദാദ കണ്ടു, വേസ്റ്റ് തോട്ട്സിൻ്റെ അലകൾ സമയം കവരുന്നു. വേസ്റ്റിൻ്റെ വേഗത ഈ വിധം തീവ്രമാണ്. അതായത് സാധാരണ സങ്കല്പത്തിൻ്റെ 1 മണിക്കൂർ പോലെയാണ് ഫാസ്റ്റ് സങ്കല്പത്തിൻ്റെ 1 മിനിറ്റ്. അതിനാൽ ഇന്ന് ഇത് നോക്കുകയായിരുന്നു. സർവർക്കും പ്രിയപ്പെട്ടവർ, ബാബ്ദാദയ്ക്ക് പ്രിയപ്പെട്ടവരായ സന്തുഷ്ട ആത്മാക്കൾ ആരെല്ലാമാണ്? സന്തുഷ്ട ആത്മാവിൻ്റെ സങ്കല്പത്തിൽ പോലും ഇത് എന്തുകൊണ്ട്, എന്ത് എന്ന ഭാഷ സ്വപ്നത്തിൽ പോലും വരികയില്ല. കാരണം ആ ആത്മാവിന് വിശേഷിച്ച് 3 കാര്യങ്ങൾ, 3 ബിന്ദുക്കൾ ഓർമ്മയുണ്ടായിരിക്കും. ആത്മാവ്, പരമാത്മാവ്, ഡ്രാമ. 3ഉം സമയമനുസരിച്ച് കാര്യത്തിൽ വിനിയോഗിക്കാൻ സാധിക്കും. കാരണം ഇങ്ങനെയുള്ള സമയത്ത് സർവശക്തികളുടെയും ഖജനാവ് ആവശ്യമാണ്. ഏത് സമയത്ത് ഏത് ശക്തിയെ ഓർഡർ ചെയ്യുമോ അത് ഹാജരാകണം. അവരാണ് മാസ്റ്റർ സർവശക്തിവാൻ. വേണ്ടത് സഹനശക്തിയും വരുന്നത് നേരിടാനുള്ള ശക്തിയുമാണെങ്കിൽ അത് ശക്തിയാണ്, പക്ഷേ ആ സമയത്ത് ഉപയോഗം ഉള്ളതല്ല. അപ്പോൾ സർവ ഖജനാവുകളുടെയും താക്കോലാണ് 3 ബിന്ദുക്കൾ: താങ്കൾ, ബാബ, ഡ്രാമ. അപ്പോൾ ബാബ്ദാദയ്ക്ക് ഒരു സങ്കല്പമുണ്ട്. പറയട്ടെ, ചെയ്യേണ്ടി വരും. ചെയ്യുന്നതിന് തയ്യാറായവർ ആരാണോ അവർ കൈ ഉയർത്തൂ. ചെയ്യേണ്ടി വരും. ശരി, എല്ലാവരും കൈ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്.
മനസ്സിൻ്റെ കൈയാണോ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്, അതോ ശരീരത്തിൻ്റെ കൈയാണോ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്? മനസ്സിൻ്റെ കൈയാണ് ഉറപ്പുള്ളത്. ബാബ്ദാദ സമയമനുസരിച്ച് ഓരോ കുട്ടിയിലും ഈ ശുഭ ആശ വയ്ക്കുന്നു. 15 ദിവസത്തിനു ശേഷം വീണ്ടും ബാബയുടെ മിലനം നടക്കുന്നു. അപ്പോൾ ഈ കടന്നു പോകുന്ന 15 ദിവസത്തിൽ വിശേഷിച്ച് ഈ അഭ്യാസം ചെയ്യൂ. ട്രയലിന് വേണ്ടി സദാ ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ 15 ദിവസത്തെ ട്രയൽ നടത്തൂ. അവരവരുടെ കണക്ഷനിലുള്ള സെന്റേഴ്സിനെയും ചെയ്യിക്കൂ. ചുറ്റി സഞ്ചരിച്ചും ഫോൺ ചെയ്തും അവരെ ഓർമ്മിപ്പിക്കൂ. ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? ഹോംവർക്ക് എന്താണ്? ഈസിയാണ്. ഓരോരുത്തരും വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെയും കാര്യങ്ങളിലൂടെയും കടന്നു പോവുക തന്നെ ചെയ്യുന്നു. എന്നാൽ ഈ 15 ദിവസത്തിൽ ഓരോരുത്തരും സങ്കല്പത്തിലും വാക്കിലും കർമ്മത്തിലും ഏറ്റവും കുറഞ്ഞത് 80% മാർക്സ് നേടണം. എങ്കിലും ബാബ്ദാദ 20% ഇളവ് നൽകുന്നു. സമ്മതമാണോ? സമ്മതമാണോ? നൽകട്ടെ. ഈ കാര്യം നൽകട്ടെ. ശരി. 15 ദിവസം മായയും കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ വരും. കാര്യങ്ങളെ നോക്കരുത്. പാസ്സാകണം. ഇത് ഓർമ്മ വയ്ക്കണം. 15 ദിവസം വലിയ കാര്യമൊന്നുമല്ല. എന്നാൽ ഓരോരുത്തരും സത്യമായ ഹൃദയത്തോടെ, സ്വച്ഛമായ ഹൃദയത്തോടെ, സ്വപ്നത്തിൽ പോലും സങ്കല്പത്തിലും വാക്കിലും കർമ്മത്തിലും പാസ്സായി കാണിക്കണം. സാധ്യമാണോ? സാധ്യമാണോ? ടീച്ചേഴ്സ് പറയൂ, സാധ്യമാണോ? 15 ദിവസം ഒന്നും തന്നെയല്ല. എന്നാൽ ബാബ്ദാദ ട്രയലിന് വേണ്ടി പറയുകയാണ്. സങ്കല്പവും വേസ്റ്റ് അല്ല. യുദ്ധം ഇല്ല. വിജയി. 15 ദിവസം ഫുൾ വിജയി. പ്രയാസമാണോ അതോ ഈസിയാണോ? ഈസി ആണെങ്കിൽ കൈ ഉയർത്തൂ. ഈസിയാണോ? ബാബ്ദാദ ഈ 15 ദിവസത്തിൻ്റെ റിസൾട്ട് നോക്കും. പിന്നെ മുന്നോട്ട് കൊണ്ടുപോകും. 15 ദിവസം ആർക്കും ചെയ്യാൻ കഴിയുന്നതാണല്ലോ. ചെയ്യാൻ കഴിയുമല്ലോ. മധുബനിലുള്ളവരെ, മധുബനിലുള്ളവർ കൈ ഉയർത്തൂ. മധുബനിലുള്ളവർ മുന്നിലിരിക്കുകയാണ്. വളരെ നല്ലത്. ഫോറിനേഴ്സ് ആയാലും ഇന്ത്യയിലുള്ളവരായാലും എല്ലാവർക്കും ചെയ്യേണ്ടതുണ്ട്. ഗ്രാമത്തിലുള്ളവരായാലും വലിയ നഗരത്തിലുള്ളവരായാലും എല്ലാവർക്കും 15 ദിവസത്തെ റെക്കോർഡ് വെക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് എന്ന ചോദ്യം ഉയരരുത്. എന്തു ചെയ്യട്ടെ, കാര്യമേ ഇങ്ങനെയായിരുന്നു എന്ന് പറയരുത്. 80% നേടുക തന്നെ വേണം. എങ്കിലും ബാബ്ദാദ ലഘൂകരിക്കുകയാണ്. 20% വിട്ടേക്കുകയാണ്. കാരണം ബാബ്ദാദ കാണുന്നുണ്ട്, ചിലയിടങ്ങളിൽ മുന്നോട്ട് പോകവേ മായ അലക്ഷ്യത്തിലും ആലസ്യത്തിലും കൊണ്ടുവരുന്നു. ഇതുണ്ടായിരുന്നു എന്ന റോയൽ ആലസ്യം. ഈ റോയൽ ആലസ്യവും അലക്ഷ്യവും തീവ്ര പുരുഷാർത്ഥത്തിൽ കുറവ് വരുത്തുന്നു. കാരണം ഇപ്പോൾ ബാബ്ദാദ ഏതെല്ലാം സ്റ്റുഡൻസ് ഉണ്ടോ എല്ലാവരെ കൊണ്ടും ഓരോ സ്റ്റുഡൻറ്റിനും ഇപ്പോൾ ആദ്യം ഈ 15 ദിവസത്തെ റിഹേഴ്സൽ ചെയ്യിച്ച് കുറച്ച് സമയം ഇങ്ങനെ തന്നെ അഭ്യസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എവർ റെഡി എന്നതിൽ എല്ലാവരെ കൊണ്ടും കൈ ഉയർത്തിച്ചാൽ എല്ലാവർക്കും കൈ ഉയർത്താൻ സാധിക്കണം. ഇതിനുവേണ്ടി ദീർഘ സമയത്തെ അഭ്യാസം ആവശ്യമാണ്. അതിനാൽ ഇപ്പോൾ ഈ ചെറിയൊരു അഭ്യാസം ചെയ്യിക്കുന്നു. ശരി. ആദ്യമായി എത്ര പേർ വന്നിരിക്കുന്നു അവർ എഴുന്നേൽക്കൂ. നല്ലതാണ്. താങ്കൾക്ക് ബാബ്ദാദയുടെ മുന്നിൽ വന്ന ദിവസത്തിൻ്റെ വളരെയധികം ആശംസകൾ. ബാബയുടെ ദൃഷ്ടി കുട്ടികളിൽ പതിഞ്ഞു. കുട്ടികളുടെ ദൃഷ്ടി ബാബയുടെ മേൽ പതിഞ്ഞു.
അപ്പോൾ വളരെ വളരെയധികം ആശംസകൾ. ശരി. ഇപ്പോൾ കേക്കില്ല, എന്നാൽ സന്തോഷത്തിൻ്റെ കേക്ക് കഴിക്കൂ. ശരി. ഇപ്പോൾ വൈകിയാണ് വന്നിരിക്കുന്നത്, എന്നാൽ ഫാസ്റ്റായി പോയി മുന്നിലുള്ള നമ്പർ എടുക്കുവാൻ സാധിക്കും. അതിനാൽ ബാബ് ദാദയുടെ ഭാഗത്തു നിന്നും താങ്കളുടെ സർവ സഹോദരി സഹോദരന്മാരുടെ സർവരുടെയും ആശംസകൾ. ലാസ്റ്റിൽ വരുന്നവർക്കും ഫാസ്റ്റായി പോയി ഫസ്റ്റ് ലൈനിൽ വരാൻ സാധിക്കും എന്നതിന് ഒരു ഉദാഹരണമായിരിക്കും. ശരി. 4 ഭാഗത്തുമുള്ള ബാബ് ദാദയുടെ ആശകളെ പൂർത്തീകരിക്കുന്ന ആശകളുടെ ദീപങ്ങൾക്ക് എന്തുകൊണ്ട്, എന്ത് എന്ന ഭാഷയിൽ നിന്നും വേറിട്ടിരിക്കുന്നവർക്ക് സദാ ഏകരസവും സദാ ഒരു ബാബ രണ്ടാമതായി ആരുമില്ല എന്നുള്ളവർക്ക് ബാബയിൽ തന്നെ വിശേഷ ജീവിതത്തിലെ 3 സംബന്ധങ്ങളായ അച്ഛൻ്റെയും ശിക്ഷകന്റെയും സദ്ഗുരുവിൻ്റെയും അനുഭവം ചെയ്യുന്നവർക്ക് ബാബയിൽ നിന്നും സമ്പത്ത്, ടീച്ചറിൽ നിന്നും പഠനത്തിൻ്റെ സമ്പത്തും സദ്ഗുരുവിൽ നിന്നും വരദാനങ്ങളുടെ സമ്പത്തും പ്രാപ്തമാക്കുന്ന കോടി മടങ്ങ് ഭാഗ്യവാന്മാരായ ഓരോ കുട്ടികൾക്കും ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. നമസ്തേ. ദാദിമാരോട് ഇത്തവണ 4 ഭാഗത്തും സേവനങ്ങളുടെ പ്രോഗ്രാം വളരെ നന്നായി നടന്നു. എല്ലാവരും എല്ലാവരെയും നന്നായി സഹായിക്കുകയും ചെയ്തു. ആർക്കും ചിന്തിക്കേണ്ടി വന്നില്ല ഇതെങ്ങനെ ചെയ്യട്ടെ എന്ന്. ചെയ്യുക തന്നെ വേണം. പരസ്പര സഹായത്തോടെ എല്ലാ പ്രോഗ്രാമും നന്നായി നടന്നു. ശബ്ദം വ്യാപിച്ചു, സന്ദേശം ലഭിച്ചു. ഇപ്പോൾ മുന്നോട്ട് പോകൂ. യോഗത്തിൽ എല്ലാവർക്കും വളരെ നല്ല അനുഭൂതി ഉണ്ടായി. കാരണം ടോപ്പിക് തന്നെ വരദാനം നേടണം എന്നതായിരുന്നുവല്ലോ. അപ്പോൾ യോഗത്തിൻ്റെ പ്രോഗ്രാമിലൂടെ അനുഭവം നേടി. പഞ്ചാബ് സോണിലെ സേവാധാരികളോട്, പഞ്ചാബിന് ഡ്രാമയനുസരിച്ച് ഈ സന്യാസിമാരുടെയും മഹാത്മാക്കളുടെയും സേവനത്തിനുള്ള നല്ല ചാൻസ് ലഭിച്ചിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. പഞ്ചാബിൽ സ്ഥാപനയുടെ സമയത്ത് എങ്ങനെയാണോ സേവനം ആരംഭിച്ചത്, അതേപോലെ സഹയോഗികളും അവകാശി ക്വാളിറ്റി ഉള്ളവരും നിമിത്തമായി എത്ര തന്നെ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നവർ ഉണ്ടായിരുന്നുവോ അത്രയും തന്നെ സിംഹത്തിൻ്റെ ക്വാളിറ്റി ഉള്ളവരും വന്നു. ഇപ്പോൾ പഞ്ചാബിലുള്ളവർ എന്താണ് ചെയ്യേണ്ടത്? ഈ വിശേഷതയുണ്ട്. ഇപ്പോൾ പഞ്ചാബിലുള്ളവർ പ്രസിദ്ധനായ ഒരു സിംഹത്തെ തയ്യാറാക്കൂ. അവർ സഭയിൽ മൈക്കായി തൻ്റെ അനുഭവം കേൾപ്പിക്കട്ടെ. മൈക്ക് വലുതായിരിക്കണം, ചെറുതല്ല. ഏതുപോലെ ഗവൺമെൻറ്റിൻ്റെ VIP വേറെയുണ്ട്, എന്നാൽ മഹാത്മാക്കളിലും VIP ഉണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും വലിയ മൈക്ക് തയ്യാറാക്കൂ. അവർ തൻ്റെ അനുഭവത്തിലൂടെ മറ്റുള്ളവരെയും ഉന്മേഷത്തിലേക്ക് കൊണ്ടുവരണം. ഇങ്ങനെയുള്ള ആരെങ്കിലും കണ്ടെത്തൂ, തയ്യാറെടുപ്പ് ചെയ്യൂ. സാധ്യമാണ്. കാരണം ഇക്കാലത്ത് എല്ലാവരും വിചാരിക്കുന്നു സാധു സന്യാസിമാരുടെ സേവനങ്ങൾ ദ്വാപരം മുതലാണ് ആരംഭിച്ചത്. എന്നാൽ മറ്റുള്ളവരെ അഥവാ ശിഷ്യന്മാരെ തനിക്ക് സമാനം ഇങ്ങനെയുള്ള വലിയ ഗുരു ആക്കുന്നതിൻ്റെ എക്സാമ്പിൾ അവരിൽ ഇല്ല. ബാബ് ദാദ കുട്ടികളെ തന്നെക്കാളും സമർത്ഥരാക്കി തയ്യാറാക്കി. അവർ പബ്ലിക്കിൽ വരുന്നു. അതിനാൽ പഞ്ചാബ് ഏതെങ്കിലും നവീനത ചെയ്ത് കാണിക്കൂ. VIP-കളാണെങ്കിൽ എല്ലാ ഭാഗത്തു നിന്നും വരുന്നു. എന്നാൽ താങ്കൾ ഇങ്ങനെയുള്ളവരെ കൊണ്ടുവരൂ. അതിലൂടെ എല്ലാവരും കേട്ട് ഉണരണം, സന്ദേശം ലഭിക്കണം. സാധ്യമാണോ? നോക്കും. കുറച്ച് സമയമെടുക്കും. എന്നാൽ ഇങ്ങനെയുള്ള ആരെങ്കിലും തയ്യാറാക്കി കാണിക്കൂ. ബാക്കി
അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വരദാനം. ബാബയുടെ കൈയുടെയും കൂട്ടുകെട്ടിൻ്റെയും സ്മൃതിയിലൂടെ പ്രയാസമായതിനെ സഹജമാക്കി മാറ്റുന്ന ചിന്തയില്ലാത്തവർ അഥവാ നിശ്ചിന്തമായി ഭവിക്കട്ടെ. ഏതുപോലെ ഏതെങ്കിലും മുതിർന്നവരുടെ കയ്യിൽ കൈ ഉണ്ടായിരിക്കുകയാണെങ്കിൽ സ്ഥിതി ചിന്തയില്ലാത്തത് അഥവാ നിശ്ചിന്തമായിരിക്കുന്നു. ഇതേപോലെ ഓരോ കർമ്മത്തിലും ഇത് മനസ്സിലാക്കണം. ബാപ്ദാദ എൻ്റെ കൂടെയുമുണ്ട്. എൻ്റെ ഈ അലൗകിക ജീവിതത്തിൻ്റെ കൈ ആ ഒന്നിൻ്റെ കയ്യിലാണ്. അതായത് ജീവിതം ആ ഒന്നിൽ അർപ്പിതമാണ്. അപ്പോൾ ഉത്തരവാദിത്വവും ആ ഒന്നിൻ്റേതാകുന്നു. എല്ലാ ഭാരവും ബാബയുടെ മേൽ വെച്ച് സ്വയം തന്നെ ഭാരരഹിതമാക്കൂ. ഭാരം ഇറക്കുന്നതിൻ്റെ അഥവാ പ്രയാസമുള്ളതിനെ സഹജമാക്കി മാറ്റുന്നതിൻ്റെ ഉപാധി തന്നെ ഇതാണ്, ബാബയുടെ കൈയും കൂട്ടും. സ്ലോഗൻ. പുരുഷാർത്ഥത്തിൽ സത്യത ഉണ്ടെങ്കിൽ ബാബ്ദാദയുടെ എക്സ്ട്രാ സഹായത്തിൻ്റെ അനുഭവമുണ്ടാകും. അവ്യക്ത സൂചന. മഹാൻ ആകുന്നതിനു വേണ്ടി മധുരതയുടെയും വിനയത്തിൻ്റെയും ഗുണം ധാരണ ചെയ്യൂ. അഥവാ താങ്കളോട് ആരെങ്കിലും കലഹിക്കുകയാണെങ്കിൽ താങ്കൾ അവർക്ക് തൻ്റെ സ്നേഹത്തിൻ്റെ ജലം നൽകൂ. താങ്കൾ തൻ്റെ മധുരതയുടെയും വിനയത്തിൻ്റെയും ഗുണം ഉപേക്ഷിക്കരുത്. വിനയത്തിൻ്റെ ഡ്രസ് ധരിച്ചിരിക്കൂ. ഈ വിനയം തന്നെയാണ് കവചം. അത് സേഫ്റ്റിയുടെ ഉപാധിയാണ്. സംസ്കാരങ്ങളെ ഒരുമിപ്പിക്കുന്നതിനുള്ള ഏറ്റവും സഹജമായ രീതിയാണ് സ്വയം വിനയചിത്തരും മധുരതാ സമ്പന്നവുമായി മാറൂ. മറ്റുള്ളവർക്ക് ശ്രേഷ്ഠ സീറ്റ് നൽകൂ. അറിയുന്നു ഞാൻ നിൻ സ്നേഹപ്രവാഹം, തെളിയുന്നു മനസ്സിൽ ശിവജ്യോതി രൂപം. അറിയുന്നു ഞാൻ നിൻ സ്നേഹപ്രവാഹം, ശിവജ്യോതി രൂപം. ശിവജ്യോതി